ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് സ്തേഫാനോസിനെ കുറിച്ച് പഠിക്കാം. സ്തേഫാനോസിന് എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 55-ഉം 56-ഉം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ശത്രുക്കൾ കോപവരശരായി സ്തേഫാനോസിൻ്റെ നേരെ പല്ല് ഞെരുക്കിക്കൊണ്ട് അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അപ്പോൾ സ്തേഫാനോസ് ചെയ്താണ് മേലോട്ട് നോക്കി. അവൻ്റെ ഈ കണ്ണുകൊണ്ട് തന്നെ, ഈ മാനുഷ്യമായ കണ്ണുകൊണ്ട് തന്നെ അവന് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവമഹത്വം കാണുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം അവന് കൊടുത്തു. അവൻ കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്ന മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്യം വളരെ ഈസിയായിട്ട്, വളരെ നല്ലതാണ്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ന്റെ 55-ാം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. വിശ്വാസവും ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരെ സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് അപ്പോസ്തലന്മാർ നിയമിച്ചു. അതിൽ സ്തേഫാനോസും ഉണ്ടായിരുന്നു. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ചിലർ അവനോട് തർക്കിച്ചു. സ്തേഫാനോസോ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ അവർ അസൂയ പൂണ്ടു. അവർ ചില പുരുഷന്മാരെ വശത്താക്കി അവന് വിരോധമായി സംസാരിച്ചു. അവനെക്കുറിച്ച് പറഞ്ഞു, കള്ളസാക്ഷ്യം പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായിട്ട് സംസാരിച്ചു എന്ന്. അവർ മൂപ്പന്മാരെ ശാസ്ത്രിമാരെ ഇളക്കി അവനെ ന്യായാധിപ സംഘത്തിൻ്റെ കൊണ്ടുപോയി. ന്യായാധിപ സംഘത്തിലുള്ളവർ അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവൻ അത്രയും പ്രകാശമുണ്ടായിരുന്നു. അവൻ ദൈവത്തോടടുത്ത് ജീവിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവൻ്റെ മുഖത്ത് ആ തേജസ് അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർ സ്തേഫാനോസിനോട് ചോദിച്ചു, എന്താണ് ഇവർ നിൻ്റെ എഗൻസ്റ്റായിട്ട് അവർ കള്ളസാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇവർ നിനക്ക് എഗൻസ്റ്റായിട്ട് പറയുന്നത്? അപ്പോൾ സ്തേഫാനോസിന് വചനം നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ സ്തേഫാനോസ് പറഞ്ഞു, അബ്രഹാമിനെ എങ്ങനെ ദൈവം വിളിച്ച് വേർതിരിച്ചു എന്നും അബ്രഹാമിൽ കൂടെ 12 ഗോത്രപിതാക്കന്മാരെ കുറിച്ചും ഗോത്രപിതാക്കന്മാർ യോസേപ്പിനെ ഒറ്റിക്കൊടുത്തതും അവരെ അടിമവേലയ്ക്ക് വിറ്റ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എന്നാൽ യോസേപ്പ് അവരെ എങ്ങനെ രക്ഷിച്ചുവെന്നും മിസ്രൈമിലുള്ള അടിമത്തത്തിൽ നിന്ന് അതിനുശേഷം ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് അവിടെ ജീവിക്കേണ്ടി വന്നു എന്നും ആ സമയത്ത് മോശയിൽ കൂടെ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തുവെന്നും അവരെ കനാൻ നാട്ടിലേക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം അവരോട് വിവരമായിട്ട് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, പ്രവാചകന്മാരെയും അപ്പോൾ മൂപ്പന്മാരെയും ഒക്കെ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചു, നമ്മുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ ആ പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ കൊല്ലുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനുശേഷം യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അയച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ പോലും അവർ ഉപദ്രവിച്ചു, അവനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അപ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ അവൻ്റെ നേരെ പാഞ്ഞെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി അവനെ കല്ലെറിഞ്ഞു. എന്നാൽ സ്തേഫാനോസിന് ഒരു ഭയവും ഉണ്ടായില്ല. സ്തേഫാനോസ് പറഞ്ഞു, കർത്താവായ യേശുവേ, ഞാൻ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അതിനുശേഷം അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ കല്ലെറിഞ്ഞവരെക്കുറിച്ച് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം നിർത്തരുത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കർത്താവിൻ്റെ അടുക്കൽ അവൻ നിദ്ര പ്രാപിച്ചു.
മനപ്പാഠവാക്യം നമുക്കൊന്നും കൂടെ പഠിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 7 അധ്യായത്തിൻ്റെ 55-56 വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. സ്തേഫാനോസ് ദൈവജ്ഞാനത്തോട് അവനോട് എതിർ പറയുന്നവരോട് ഉത്തരം പറയുവാനായിട്ട് ജ്ഞാനത്തോട് പറഞ്ഞു. കാരണം സ്തേഫാനോസിന് ദൈവവചനത്തിൽ ആഴമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. നാമും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി, കള്ളസാക്ഷിക്കാർ നമുക്കെതിരെ സാക്ഷ്യം പറയും, പക്ഷേ ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മൂന്നാമതായി, കർത്താവ് കരുതുന്ന ദൈവമായതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം സ്തേഫാനോസിന് കാണിച്ചു കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. നാലാമതായിട്ട്, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും തൻ്റെ മക്കളോട് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഭയം കൂടാതെ ജീവിക്കാം. അഞ്ചാമതായിട്ട്, ശത്രുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സ്തേഫാനോസ് നമ്മളെ പഠിപ്പിക്കുന്നു. സ്തേഫാനോസ് തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി അവരെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുന്നതാണ്, കർത്താവെ അവരോട് ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിൻ്റെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. കർത്താവിന് മഹത്വമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ സഹായിക്കണം. സ്തേഫാനോസിനെ പോലെ ധൈര്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെയും പഠിപ്പിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തണം. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ഹെൽപ്പ് യു ഓൾ.